ആരുടെയും ഇടപെടലുകളില്ലാതെ നമ്മൾ മാത്രം കണ്ടെത്തുന്ന ചില സൃഷ്ടികൾ, അനുകരണങ്ങളില്ലാതെ പുറത്തു നിന്നുള്ള സ്പർശനങ്ങളില്ലാതെ അവനവൻ്റെ ഉള്ളിൽ നിന്നും ഉരുത്തിരിയുന്ന യഥാർത്ഥ സൃഷ്ടികൾ. എൻ്റെ സുഹൃത്തായ ധ്യാൻ പറഞ്ഞ ഒരു കഥ. ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് എത്തുമ്പോൾ മാലാഖമാരിൽ ഒരാൾ ആ കുഞ്ഞിൻ്റെ ചുണ്ടിൽ വിരൽ വെച്ച് ഒന്ന് അമർത്തുമത്രേ. അങ്ങനെ മേൽചുണ്ടിന് മുകളിലായി ഒരു കുഴിയും രൂപപ്പെടും. അങ്ങനെ ഓരോ കുഞ്ഞുങ്ങളുടെയും ചുണ്ടിൽ തൻ്റെ ചൂണ്ടുവിരലാൽ അമർത്തി പാസ്വേഡ് ഇടുന്ന മാലാഖ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശനം നിഷേധിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം മാലാഖ. എന്തിനു പറയുന്നു? അവൻ ദൈവത്തിന് പോലും അനുമതിയില്ലത്രേ പുറത്ത് നിന്ന് ആർക്കും ഇടപെടാം. പക്ഷേ ഉള്ളിലേക്ക് അവിടെ നമ്മൾ മാത്രം. അപ്പോൾ നന്നാവണോ ചീത്തയാവണോ നമ്മൾക്ക് തീരുമാനിക്കാം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ സ്വന്തം കയ്യിൽ. അതാർക്കും സ്വന്തമാക്കാൻ പറ്റില്ല. ഈ കഥ ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞപ്പോൾ എൻ്റെ അഭിപ്രായം, അത് സിമ്പിളല്ലേ, ദൈവത്തിന് നമ്മുടെ ഉള്ളിൽ കയറാൻ പാസ്വേഡ് മാലാഖ പറഞ്ഞു കൊടുക്കില്ലേ എന്ന്. പെട്ടെന്നൊരു ഉത്തരം കിട്ടിയ ഞാനുണ്ടോ വിട്ടുകൊടുക്കുന്നു? അതിന് മാലാഖമാർ ഇത്രയും പേരുടെ പാസ്വേഡ് എങ്ങനെ ഓർക്കാൻ? പാവം മാലാഖ പാസ്വേഡ് ഇട്ട ഉടനെ മറക്കുമെന്ന് ഞാൻ. അങ്ങനെ അവനും നടങ്ങി. പോത്തിൻ്റെ ചെവിയിൽ കിന്നരം വായിക്കുന്നത് പോലെ എന്ന് ചിലർ പറയാറില്ലേ? അത് ഇക്കഥ കേട്ടപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി, അമ്പലത്തിലോ പള്ളിയിലോ പോയി പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, ദൈവത്തിനൊക്കെ വഴികാട്ടി തരാനേ പറ്റൂ. ഉള്ളിൽ നിന്നും തീരുമാനങ്ങൾ എടുക്കേണ്ടത് നമ്മൾ തന്നെ. അതും മനസ്സിൻ്റെ ചലവില്ല എന്നുള്ള ഒച്ചപ്പാടുകളില്ലാതെ കുറച്ചു നേരം സ്വസ്ഥമായിരുന്ന നിശബ്ദതയിലെത്തുമ്പോൾ ഉണ്ടാകുന്ന ചില ഉൾവിളികൾ. ഈ കഥയ്ക്ക് എന്താ ഇവിടെ കാര്യമെന്ന് ചോദിച്ചാൽ, ഇന്നുണ്ടാക്കിയ ഈ പലഹാരം ഇന്ന് രാവിലെ അങ്ങനെയുണ്ടായ എൻ്റെ സ്വന്തം സൃഷ്ടി. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ കാണുമ്പോൾ മനസ്സിലാവില്ലേ? ഇനി തനിയെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഒന്ന് ഞാൻ ഗ്യാരണ്ടി, ഇതൊരു ഒന്നൊന്നര രുചിയാണ് കേട്ടോ. അമ്മേ എങ്ങനെയുണ്ട്? കൊള്ളാവോ? സത്യം പറയാവുള്ളൂ. എങ്ങനെയുണ്ടെന്ന് പറ. നല്ല സ്വാദ് എന്ന് പറഞ്ഞാൽ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇതെന്തൊക്കെയാണ് ചേർത്തേക്കുന്നത്? അരിപ്പൊടിയാണ്. അരിപ്പൊടിയുണ്ട്, പിന്നെ ഏത്തപ്പഴമുണ്ട്. പറ, വേഗം പറ.